ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഓരോ ദിവസം ഓരോ ഹോട്ടലാട്ടോ സ്റ്റേ. കാരണം നമ്മൾ പോകുന്ന പ്ലേസുകളൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെറാക്ക് ഗ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ആയിരുന്നു അർമേനിയൻ മാർക്കറ്റ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ടോ. പോകുന്ന വഴി ഞങ്ങൾ നടന്നാണ് പോയത്. അങ്ങനെ ഇതാട്ടോ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗ്ലൗസ് വാങ്ങി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ അവർക്കും അവരുടെ ഭാഷ നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സെറ്റാക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ പോയത് കോർ വിരാപ്പ് എന്നൊരു ചർച്ച് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതിതാ കണ്ടില്ലേ, അത്രയും സ്റ്റെപ്സൊക്കെ കയറി അങ്ങ് മുകളിലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചെന്ന് കയറാൻ പറ്റില്ല എന്നായിരുന്നു. കയറാൻ മീൻസ് ഒറ്റയ്ക്ക് നമ്മൾ കയറണ പോലെയല്ല. ഈ സൈഡ് തീരെ നടന്നില്ല. അവളെ എടുത്തിട്ടാണ് ഞാൻ കയറിയത്. കുറച്ച് അഭിയും എടുത്തു. അവൾ ആ മൂഡ് തീരെ ശരിയായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നാലും കുഴപ്പമില്ല, കയറി. പിന്നെ അവൾ സെറ്റായി. അവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ. എന്താ പറയുക, തീരെ ടയേർഡാകുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആ ക്ലൈമറ്റ് അങ്ങനെ ആയത് കാരണം, ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് തീരെ ക്ഷീണം തോന്നുന്നില്ല. ഇത്രയും നടന്നാലും സ്റ്റെപ്സൊക്കെ കയറിയാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റാവും. അവിടുത്തെ തണുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവിടെയൊക്കെ മൊത്തം ചുറ്റി നടന്ന് കണ്ടു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ താഴെ ഇതേപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഇതൊക്കെ നോക്കി നടന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ച് 2-3 സോവനിയറൊക്കെ വാങ്ങി കേട്ടോ. അർമേനിയൻ സോവനിയർ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് കണ്ടു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അതെന്തായാലും വാങ്ങാൻ തോന്നും. അതുപോലെയാണ് അവരത്. നമ്മളാണെങ്കിൽ ഒരു അനാറെടുത്ത് പരമാവധി പിഴിഞ്ഞാണ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇവരാണെങ്കിൽ ഒരു 10 അനാറെടുത്തിട്ടാണ് ഒരു ഗ്ലാസ് സെറ്റാക്കുന്നത്. അപ്പോൾ അത് നല്ല കളറും നല്ല ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ അനാറ് എങ്ങനെയാണോ, പക്ഷെ അതിൻ്റെ ആ ഒരു പീക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോയത് എന്താ പറയുക, ഇതേപോലെ ഒരു പ്ലേസ്, ജെർമുക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അവിടെയാണ് പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. അവിടെ മൊത്തം ഇതന്നെയാണ് അവസ്ഥ. കണ്ടില്ലേ, ഇതൊക്കെ ശരിക്കും സിനിമയിലും ഓരോ വീഡിയോസും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ടും അനുഭവിച്ചറിയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ നന്നായി കളിച്ച് എന്താ പറയുക, മൊത്തം നടന്ന് ആസ്വദിച്ച് ഇങ്ങനെ അല്ലേ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. മൊത്തം മഞ്ഞ് മൂടിക്കിടക്കാണ്. ഒരു ട്രീസും കാര്യങ്ങളൊക്കെ മഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്രിസ്മസ് ട്രീകളൊക്കെ മഞ്ഞിൽ പറ്റി പിടിച്ചതൊക്കെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളിലൂടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ. ഇതൊക്കെ എന്താ പറയുക, ലൈഫിൽ ഒരു എന്താ പറയുക, ഒറ്റത്തവണ എങ്കിലും ഒന്ന് അനുഭവിച്ചറിയണം. അത്രയും നല്ല ഒരു ഫീലായിരുന്നു. അപ്പം അങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ ആ ഒരു രസത്തിൽ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഇരുട്ടായി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അതൊക്കെ കേട്ടോ, പോണ വഴിയിലൊക്കെ മൊത്തം മഞ്ഞാണ്. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ പ്രശ്നം തോന്നണില്ല കേട്ടോ. ബൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട കാരണം ഞങ്ങൾ സെറ്റായിരുന്നു. ഇതൊക്കെയാണ് ആ വഴിയിൽ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചകൾ. കണ്ടില്ലേ, ട്രീസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ മറ്റേ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. സെലിബ്രേഷൻ അതിൽ പങ്കെടുക്കാൻ നല്ല കേട്ടോ. ചുമ്മാ പോയപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്തൊക്കെയോ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, സേരൊക്കെ സെറ്റായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എടുക്കാനൊന്നും പറയുന്നില്ല തീരെ. അവൾക്ക് ഇതിൽ ചവിട്ടി നടക്കാൻ ഇഷ്ടമായിട്ട് അവരങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്.
വണ്ടി ഞങ്ങൾ കുറച്ച് മുന്നേ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ ആയി ഞങ്ങൾ നടക്കുന്നു കേട്ടോ. ഇത് മൊത്തം നടന്ന് കാണാൻ തന്നെ വേണം. വണ്ടിയിലിരുന്ന് കാണുമ്പോഴും അപ്പോൾ ഞങ്ങൾ മൊത്തം നടന്ന് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇതൊക്കെയാണ് പോകുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ നടന്ന് കാണാൻ കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫയറിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ചൂടൊക്കെ സെറ്റാക്കാൻ കേട്ടോ. കയ്യിലെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ അപ്പോൾ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ നല്ല ആ ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ ലേറ്റായിട്ടോ റൂമിലെത്തിയപ്പോൾ. റൂമും കാര്യങ്ങളൊക്കെ വേറൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.